സഹോദര സമുദായങ്ങൾ, ഹൈന്ദവരും ക്രിസ്ത്യൻ സഹോദരങ്ങളൊക്കെ ആശയവ്യതിയാനങ്ങളും പല വ്യത്യാസങ്ങൾ വന്നിരിക്കും. പക്ഷെ അവരുടെ കല്യാണം ഹൈന്ദവർ ചർച്ചിൽ നിന്നല്ലാതെ നടത്തൂല. ഓല ജാതകവും നാളും നോക്കിയിട്ടല്ലാതെ ഓല നടത്തൂല. കാലം എത്ര പരിഷ്കരിച്ചാലെന്താ, എത്ര മതചിഹ്നങ്ങൾ ഒഴിവായാലെന്താ, അവിടെ അവർക്ക് വളരെ നിർബന്ധമാണ്. ക്രിസ്ത്യൻ സഹോദരങ്ങൾ അവരെ ചർച്ചിലെ അവരുടെ വൈവാഹിക ജീവിതങ്ങൾ നടക്കും. എന്നാൽ മുസ്ലിമീങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിക്കാഹ് പള്ളിയിൽ നിന്ന് നടത്തുക എന്നുള്ളത്. പള്ളിയിൽ നിന്നാവട്ടെ ഇബാദത്തല്ലാത്തൊന്നും നടത്താൻ പാടില്ല. പള്ളി എന്ന് പറഞ്ഞാൽ വുളു എടുത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് പറഞ്ഞ് വലത്തെ കാല് വെച്ച് പള്ളിയിലേക്ക് പ്രവേശിച്ച പിന്നെ പള്ളിയിൽ നിന്ന് പുറത്ത് വരുന്നത് വരെയും ഇബാദത്തുകളായിരിക്കണം. എത്രത്തോളം ലക്ഷങ്ങളോ കോടികളോ വിലപിടിക്കുന്ന വാച്ചോ ഫോണോ വല്ലതും നഷ്ടപ്പെട്ടാൽ അതെവിടെയെന്ന് പോലും ചോദിക്കാൻ പാടില്ല. വൈദാ റഅയ്ത അഹദൻ യൻഷുല്ലാല്ലത്തുഹു, മുത്തനബി പഠിപ്പിക്കുന്നത് തൻ്റെ വാച്ചോ തൻ്റെ വല്ലതും നഷ്ടപ്പെട്ട അതുപോലും നീ അവിടെ ചോദിക്കാൻ പറ്റിയ സ്ഥലമല്ല. അത് ചോദിക്കേണ്ട പള്ളിയുടെ പുറത്തു പോയിട്ടാണ്. മുത്തനബി പഠിപ്പിക്കുകയാണ് നിക്കാഹ് നടക്കുന്നത് പള്ളിയിലായിരിക്കണം. അപ്പം ഇബാദത്തുകൾ എത്ര പ്രധാനപ്പെട്ട ഇബാദത്താണ്. അടുത്ത കാലം വരെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, നിക്കാഹിന് വരുന്ന വരന്മാർ എത്രയോ സ്ഥലങ്ങൾ സിയാറത്ത് ചെയ്ത് പലവരെ കൊണ്ടും ദ്വാരപ്പിച്ച് കല്യാണത്തിന് പെണ്ണ് കാണാൻ പോകുമ്പോൾ ദ്വാരപ്പിക്കും, എൻഗേജ്മെൻറ്റ് ദ്വാരപ്പിക്കും, പുതിയാപ്പിള ഇറങ്ങുമ്പോൾ ദ്വാരപ്പിക്കും. പുതിയാപ്പിള ഇറങ്ങുമ്പോൾ വെള്ള തുണി, വെള്ള കുപ്പായം, വെള്ള തൊപ്പി, ഒരു മുറുവത്തുള്ള ഒരു പണ്ഡിതൻ്റെ വേഷത്തിലാണ് പോകാറുള്ളത്. പിന്നെ തൊപ്പി പോയി, ടവലായി, കളറ് ഷർട്ടായി, തുണി പോയി ഫാൻ്റായി. ഇപ്പോൾ ചിലർ ടവലും ധരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല. എന്തുണ്ടായത്? 1991 വരെ കേരളത്തിൽ 100% സാക്ഷരതയില്ല. അന്ന് വരെ എല്ലാ പ്രഭാഷണങ്ങളും വേദികളും കേട്ടിരുന്നത് സാക്ഷരത ഇല്ലാത്തതുകൊണ്ടാണ്. വിദ്യാഭ്യാസ സാക്ഷരത ഉണ്ടായാൽ എല്ലാ തകർച്ചയും തളർച്ചയും മാറി വലിയ മുന്നേറ്റം ഉണ്ടാവും. 1991 100% സാക്ഷരത കേരളം കൈവരിച്ചു. 1992 ഫാമിലി കോർട്ട് നിലവിൽ വന്നു. അതുവരെ കേരളത്തിൽ ഫാമിലി കോർട്ട് ഇല്ലായിരുന്നു. കുടുംബകലഹങ്ങളുടെ ആധിക്യം ഉൾക്കൊള്ളാൻ ഇവിടുത്തെ മജിസ്ട്രേറ്റ് മുനിസിപ്പൽ കോർട്ടുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ കുടുംബകലഹങ്ങളുടെ ആധിക്യം കൊണ്ട് ഫാമിലി കോർട്ട്, അന്ന് 4 ഫാമിലി കോർട്ടാണ് കേരളത്തിലുണ്ടായത്. ഇപ്പോൾ ഓരോ യൂണിറ്റിലും എത്ര സൈക്കാട്രിസ്റ്റ്, സൈക്കോളജിസ്റ്റ്, കൗൺസിലേഴ്സ്, ഫാമിലി കൗൺസിലിംഗ് സെൻ്ററുകൾ എത്രയാണ്. അവിടെയൊക്കെ കിടക്കുന്ന ഫാമിലി കോർട്ടൊക്കെ കിടക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബകലഹങ്ങളുടെ കേസുകൾ. ഒരു സമാധാനം ഇന്ന് കുടുംബത്തിലുണ്ടോ? ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ബുഹാരി സബ്ക്ക് പോകുമ്പോൾ 100-600 കുട്ടികൾ അവിടെ സബ്ക്കിലുണ്ടാവും. ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് ഡ്രസ്സ് അയച്ചിട്ട് പുറമെന്നിട്ട് കാണിച്ചു തന്നു. ഒരു 19 മുറിയാണ്, ഫലസ്തീനിൽ നിന്നൊക്കെ വന്ന മാതിരിയുണ്ട്. ആരോ ഇസ്രായേലൊക്കെ ഇട്ട ബോംബിട്ടിട്ട് തകർത്ത മാതിരി. എന്ത് അത്ഭുതത്തോടെ വെച്ച് ഇതൊക്കെ എൻ്റെ ഭാര്യ ഇന്നലെ എന്നെ മുറിവേൽപ്പിച്ചതാണ്. ഞാൻ അത്ഭുതത്തോടെ
എന്ത് ഭാര്യ ഒരു ഭർത്താവിനെ ഇങ്ങനെ മുറിവേൽപ്പിക്കുക? ഞാൻ 42 കൊല്ലമല്ല കല്യാണം കഴിഞ്ഞിട്ട്, എൻ്റെ ഭാര്യ ഇന്ന് വരെ വേദനിക്കുന്നൊരു വാക്ക് പോലും എന്നോട് പറഞ്ഞിട്ടില്ല. ഉടനെ അവൻ പറയാ, ഉസ്താ ഞങ്ങളുടെ മാരേജ് ലവ് മാരേജാണ്, ഉസ്താദിൻ്റെ മാരേജ് അറേഞ്ച്മെൻറ്റ് മാരേജാണ്, തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. ഇവിടെയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് മദ്രസ എന്താണ്, ദറസ എന്താണ്, ദീൻ എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിനാണ് നമ്മുടെ കുട്ടികൾ മദ്രസയിലങ്ങ് ചേർത്തുകൊണ്ട് മാത്രം നടക്കുന്നില്ല. ഏതാനും വർഷങ്ങൾക്ക് ലക്ഷദ്വീപ് ചെന്നപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ ക്രൈം ഫ്രീ സോൺ, കുറ്റകൃത്യങ്ങളില്ലാത്ത ഏരിയ എന്ന സർട്ടിഫിക്കറ്റ് ലക്ഷദ്വീപിൻ്റെ അഡ്മിനിസ്ട്രേറ്റർ വകയായി കൊടുക്കല്ല, കേരളോ ഇന്ത്യ കൊടുക്കല്ല, ഐക്യരാഷ്ട്രസഭ കൊടുക്കുകയാണ്. അന്ന് അഡ്മിനിസ്ട്രേറ്റർ കൊടുക്കുമ്പോൾ സ്വീകരിച്ചത് അവിടുത്തെ MP ഫൈസലാണ്. ഫൈസൽ പറഞ്ഞൊരു കാര്യമുണ്ട്, കാലം അത്ര ലക്ഷദ്വീപിൽ കൊല നടന്നിട്ടില്ല. അവിടെ ജയിലുണ്ട്, ജയിൽ അടച്ചു പൂട്ടുകയാണ്, ആളുണ്ടാക്കാറില്ല. ഇവിടെ ജയിലിൽ വീണ്ടും വീണ്ടും വികസിപ്പിക്കുകയാണ്, എണ്ണം കൂട്ടുകയാണ്, സൗകര്യം കൂട്ടുകയാണ്. ഇപ്പോൾ ജയിൽ പുള്ളികൾക്ക് ശമ്പളം കൂട്ടുകയാണ്. 60, 120 ഒക്കെ ഉള്ളപ്പോൾ 500, 650 ഒക്കെ ആക്കുകയാണ്. എന്തേ കാരണം? അന്ന് ഫൈസൽ MP പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കുന്നത് ഇവിടുത്തെ മുഴുവൻ കുട്ടികളും മദ്രസയിൽ പോകുന്നു എന്നതുകൊണ്ടാണ്. അപ്പോൾ മദ്രസ 5ാം ക്ലാസ് കൊണ്ട് മതിയാക്കാതെ മദ്രസ കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഉണ്ട്, സ്വാഗതാർഹമാണ്. 1ാം ക്ലാസ്സിൽ 15, 20, 25, 30, 40 കുട്ടികളുണ്ടാവും. ചിലയിടത്തൊക്കെ 3, 4, 8, 10 ഡിവിഷൻ ഉണ്ടാകും. പക്ഷേ 12ാം ക്ലാസ് മദ്രസകളിൽ എത്ര മദ്രസ ഉണ്ട്? ഇവിടെ 12ാം ക്ലാസ് ഉണ്ടോ? 12ാം ക്ലാസ് ഉണ്ടോ? എത്ര കുട്ടികളുണ്ടോ 12ാം ക്ലാസ്സിൽ? 1ാം ക്ലാസ്സിലോ? 1ാം ക്ലാസ്സിൽ 40 കുട്ടികൾ, 12ാം ക്ലാസ്സിൽ 14 കുട്ടികൾ, 36 കുട്ടികളോടെ പോയി, 26 കുട്ടികളോടെ പോയി. ഗൾഫിൽ പോയോ? ഇല്ല. ഞാൻ എന്തത് പറയേണ്ടതില്ലല്ലോ. അതായത് 5ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് എൻ്റെ കിട്ടിയ മാഷാ അല്ലാ എല്ലാം തികഞ്ഞെന്നുള്ള തോന്നലാണ്. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. മഅദിൻ പബ്ലിക് സ്കൂള് മലപ്പുറത്ത് തുടങ്ങുന്നതിന് മുമ്പ് മലപ്പുറത്തെ ഡോക്ടർമാരും അഡ്വക്കറ്റുമാരും എഞ്ചിനീയർമാരും ഹൈലി എഡ്യൂക്കേറ്റഡും ക്വാളിഫൈഡുമായ ആളുകൾ യോഗം ചേർന്നു എന്ന് മലപ്പുറത്തിൻ്റെ ശോചനീയ അവസ്ഥകൾ വിലയിരുത്തി പരിഹാരം അവരുടെ നേതൃത്വത്തിൽ CBSE സ്കൂൾ തുടങ്ങാൻ തീരുമാനിച്ചു. അവർ 3 ഏക്കർ സ്ഥലം വാങ്ങി. ഡോക്ടർമാരും അഡ്വക്കറ്റുമാരും എഞ്ചിനീയർമാരെല്ലാം വളരെ പ്രയാസമുണ്ടോ? എന്നിട്ട് അവർ നോട്ടീസ് അടിച്ചിറക്കി. ആ നോട്ടീസ് എന്തായിരുന്നു? ഇവിടെ പഠിപ്പിക്കുന്നത് ആംഗ്ലോ ഇന്ത്യൻ ടീച്ചേഴ്സ് മാത്രമായിരിക്കും. നമ്മളൊന്നും ടീച്ചർമാർക്ക് പ്രൊവൈഡേഴ്സ് ഉണ്ടാവില്ല. 2 ടീച്ചേഴ്സിന് മിനിമം ശമ്പളം 5000 രൂപയായിരിക്കും. 3 ടീച്ചേഴ്സിന് ഇൻ്റർവ്യൂ ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്നായിരിക്കും. 4 അതാ വലിയൊരു NP. സാധാരണ രാഷ്ട്രീയക്കാരൊക്കെ സമ്മേളനം നടത്തുമ്പോൾ NP ഇടല്ലോ, സർക്കസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ സർക്കസ് ഉണ്ടെന്ന് കേട്ടാൽ പ്രതിപക്ഷ പാർട്ടിയും എതിർ പാർട്ടിയും ഒക്കെ സർക്കസ് കാണാൻ വേണ്ടി വരും. അപ്പോൾ ആളുണ്ടാവുമല്ലോ. എന്ന മാതിരി NP എഴുതി മദ്രസ പഠനം ഉണ്ടായിരിക്കുന്നതല്ല. NP മദ്രസ ഉണ്ടായിരിക്കുന്നതല്ല. 28, 29 കൊല്ലം മുമ്പ് കേരളത്തിലെ ട്രെൻഡ് മദ്രസയിൽ പോയാൽ സ്കൂൾ SLC കിട്ടൂല, പാസ്സാവൂല. പാസ്സായ ഫുൾ മാർക്ക് കിട്ടൂല. അവർ ഡോക്ടർ ആകൂല, അഡ്വക്കറ്റ് ആകൂല, എഞ്ചിനീയർ ആകൂല. എന്നാൽ ഞങ്ങൾ അല്ലാഹുവിൻ്റെ തൗഫീഖോടുകൂടെ
ഇംഗ്ലീഷ് മീഡിയം തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ആംഗ്ലോ ഇന്ത്യൻ്റെ ടീച്ചറിന് സ്വപ്നം പോലും കാണാൻ പറ്റാത്ത ടൈമാണെന്ന്. ഞങ്ങൾക്ക് 5000 പോയിട്ട് 200, 300, 500 ഒക്കെയാണ് ഞങ്ങൾ ശമ്പളം കൊടുത്തിരുന്നത്. ഞങ്ങൾ ടീച്ചേഴ്സിന് ഇൻ്റർവ്യൂ ചെയ്തിരുന്നത് മലപ്പുറം മഅദിൻ അക്കാദമിയിൽ വെച്ചിട്ടാണ്. പക്ഷേ ഞങ്ങൾ മദ്രസ പഠനം സജീവമായി തുടങ്ങി. ഇന്ന് നമ്മുടെ പ്രസ്ഥാനത്തിൽ തന്നെ പലയിടത്തും ഇംഗ്ലീഷ് മീഡിയത്തിൽ 10ാം ക്ലാസ് എഴുതുന്നുണ്ടെങ്കിലും അത് 9ാം ക്ലാസ്സിൽ നിന്ന് പരീക്ഷ എഴുതിക്കലാണ്. എനിക്ക് കാരണം പറയൽ 10ാം ക്ലാസ് CBSE SLC എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ടഫാണ്, കഴിയില്ല എന്നാ പറയൽ. എന്നാ ഞങ്ങൾ ഇന്ന് വരെ 9ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിച്ചിട്ടില്ല. ഞങ്ങൾ പരീക്ഷ എഴുതിച്ചത് 10ാം ക്ലാസ്സിൽ തന്നെയാണ്. അൽഹംദുലില്ലാ ഇന്നലെ സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ റിസൾട്ട് വന്നപ്പോൾ 42 കുട്ടികൾ 300-ൽ 300 മാർക്ക് വാങ്ങിയിട്ടുണ്ട്. മനസ്സിലാക്കണം, സുന്നി വിദ്യാഭ്യാസം. എന്നാലോ CBSE വെച്ചിട്ട് കേരളത്തിൽ IMA സ്കൂൾ വെച്ച് ഏറ്റവും കൂടുതൽ ഫുൾ A+ ഹോൾഡേഴ്സ് വാങ്ങിയത് ഞങ്ങളുടെ സ്ഥാപനത്തിലാണ്. എന്നല്ല, അതിനേക്കാളും 10 മടങ്ങായിട്ടാണ് മഅദിൽ മുത്തവ്വൽ പഠിക്കുന്ന കുട്ടികൾ, പണ്ഡിതന്മാർ ഈ വർഷം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ JRFകളും നെറ്റും റിസൾട്ടുകൾ. JRF നെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ? MBBS എന്നല്ല, LLB എന്നല്ല. അവർ പഠിക്കുന്നതിന് മാസം പ്രതി 30,000, 40,000, 45,000 പോലെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരികയെന്നാണ് പറഞ്ഞത്. ഇവിടെ മദ്രസ മൗലവി എത്ര ശമ്പളം കൊടുക്കുന്നത്? ഉസ്താദന്മാർക്ക് എത്ര ശമ്പളം കൊടുക്കുന്നത്? ആ കിട്ടുന്ന JRF ആണെങ്കിലോ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ചൈനീസ് ഭാഷയിൽ JRF ആഷിഖ് അദനി LKG തൊട്ട് മഅദിലല്ലാതെ വേറെ ഒറ്റ സ്ഥാപനത്തിലും പഠിച്ചിട്ടില്ല. LKG തൊട്ടിട്ട് 10ാം ക്ലാസ് വരെ മഅദിൻ പബ്ലിക് സ്കൂളിലും, പിന്നെ അതിൻ്റെ ശേഷം അവിടെ മോഡൽ അവിടെ ദർസിലും ദേവാ കോളേജിലും, കൊമേഴ്സിൽ PhD. കേരളത്തിൽ വലിയ പ്രധാനപ്പെട്ട പണ്ഡിതൻ, സാമ്പത്തിക മേഖലയിൽ കരപ്പെട്ട കിതാബ് ബുക്ക് എഴുതുമ്പോൾ ഈ അതിനെ കൊണ്ട് കംപ്ലീറ്റ് വിഷയങ്ങൾ, സാമ്പത്തിക വിഷയങ്ങൾ, കൊമേഴ്സിൽ. ഞാനിത് പറയുന്നത് നമ്മുടെ കുട്ടികൾക്ക് രണ്ടും ഒന്നിച്ച് നൽകിയാൽ ഒന്നും വരാൻ പോകുന്നില്ല. മാത്രമല്ല, നിങ്ങളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. വേറെ കോമുണ്ടല്ലോ അവിടെ, ഏത് ഡോക്ടർമാരും അഡ്വക്കറ്റുമാരും എഞ്ചിനീയർമാരും. ഞങ്ങൾ മദ്രസ പഠനം സജീവാക്കലോടുകൂടെ ആംഗ്ലോ ഇന്ത്യൻ ടീച്ചേഴ്സിനെ കൊണ്ടുവന്നവർ, 5,000 രൂപ മിനിമം ശമ്പളം കൊടുത്തവർ, ബാംഗ്ലൂർ ഇൻ്റർവ്യൂ നടത്തിയവർ 4-3 കൊല്ലം കൊണ്ട് ആ സ്കൂൾ പൂട്ടിപ്പോയി എന്നല്ല, കുറ്റിയും പറിച്ച് പോയി എന്നല്ല, ആ 3 ഏക്കറ അവർ വിറ്റു എന്നല്ല, ആ 3 ഏക്കറ മഅദിനാ വാങ്ങിയെന്ന് മാത്രമല്ല, അവിടെയാണ് മഅദിൻ പോളിടെക്നിക്കൽ, അതിൻ്റെ പരിസരത്തുള്ള ഒരു 10-20 ഏക്കർ വാങ്ങി പോളിടെക്നിക് ഉണ്ടാക്കി, ഫാർമസി കോളേജ് ഉണ്ടാക്കി, അവിടെ ഓറിയൻ്റൽ കോളേജ് ഉണ്ടാക്കി, ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഉണ്ടാക്കി, MBA കോളേജ് ഉണ്ടാക്കി, ഫോറിൻ ലാംഗ്വേജ് സെൻറ്റർ ഉണ്ടായി. അവിടെ 10-15,000 കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓൾക്ക് നിസ്കരിക്കാൻ പള്ളി സൗകര്യം വേണ്ടി വന്നു. അത്യാധുനിക സജ്ജീകരണത്തോടുകൂടെ ആ പള്ളി നാളെ മഗ്‌രിബിന് നിസ്കാരം തുടങ്ങുക. മനസ്സിലാക്കണം, മഅദിൻ ഗ്രാൻഡ് മസ്ജിദിനേക്കാൾ കൂടുതൽ വിശാലതയിലും സൗകര്യത്തിലും സംവിധാനത്തിലുമായിട്ട് ആ സ്ഥലത്താണ്, ഈ വാങ്ങിയ സ്ഥലത്ത് ഒരു വാങ്ങിയല്ലോ, ആ സ്ഥലത്താണ് ഞങ്ങൾ എന്താക്കേണ്ടത് ഉണ്ടാകുന്നത്. അപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ കുട്ടികളെ, ഇത് ഞാൻ വെറുതെ സ്വപ്നം പറയുന്നതല്ല. ഇപ്പോൾ ഇവിടെ നിന്ന് റൌഫ് സഖാഫിൻ്റെ മകനോട് ചോദിക്കുക, മിൻഹാജല്ലേ, മിൻഹാജിനോട് ചോദിക്കുക, അതിനോട് ചോദിക്കുക. ആ കംപ്ലീറ്റ് JRF കിട്ടിയ കുട്ടികൾ, കഴിഞ്ഞ വർഷം കിട്ടികൾ പെട്ടെന്ന് കിട്ടുന്നതല്ല, അതും വലിയ രസം. ഞാൻ കുറേ കാലം ക്ലാസ് എടുത്ത് നോക്കി കുട്ടികളുടെ തലയിൽ കന്നില്ല. ഇതെങ്ങനെ കിട്ടുമോ, ഇതെങ്ങനെ നടക്കുമോ, ദർസ് ഓതിയിട്ട് ഇതൊക്കെ കിട്ടുമോ, എന്താ കിട്ടുമോ? അങ്ങനെ 10-15 കൊല്ലം മുമ്പ്, കുറേ മുമ്പ് ഡോക്ടർ ഫൈസൽ അഹ്സനി, ഫാറൂഖ് നൈമി, ഇങ്ങനെ തുടങ്ങിയ കുറച്ച് ആൾക്കാർക്ക് ഡോക്ടറേറ്റ് കിട്ടി. അപ്പോൾ അവരെല്ലാവരും കൂടി കൊണ്ടുവന്ന് മഅദിൽ ആദരിച്ച്. ഇത് കുട്ടിയെ കാണിച്ചു കൊടുക്കാനാണ്. ഇതൊക്കെ കിട്ടുന്നത് അന്ന് പ്രഖ്യാപിച്ചു. ഇൻഷാ അല്ലാഹ് സമീപ ഭാവിയിൽ 500 അതിനുകൾക്ക് PhD എടുപ്പിക്കും.
500 അതിനുകൾക്ക് PhD എടുപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു. പലരും കളിയാക്കി, പലരും പരിഹസിച്ചു. അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ ഇപ്പം എത്ര ആൾക്കാരാണ് PhD ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ മാത്രമാണോ നിങ്ങൾക്ക് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത്ര വരുമാനം? വേറെ വല്ലതും ഉണ്ടോ? മഞ്ചേരി കാരക്കുന്നിൽ എഹ്സാന് ഫെലോഷിപ്പ് എത്രയാണെന്നറിയോ? 6 കോടി റുപ്യ. ഇത്രേ? ഇത് ലണ്ടനത്തെ ഇവരല്ല പറഞ്ഞത്. എവിടുന്നാണ്? മഞ്ചേരി കാരക്കുന്നിലെ നമ്മളെ 10 ഇല്ലേ അവിടുത്തെ ഇസാന് എത്രയാണ്? എന്താ വിഷയം എന്നറിയോ? മുഹദ്ദിമാരെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഞാൻ അതുകൂടി മനസ്സിലാക്കണം. റിസർച്ച് നടത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ കേരളത്തിൽ 40,000 50,000 പറയാം. എന്നാൽ അമേരിക്കയിലും മറ്റൊക്കെ ആണെങ്കിൽ മോങ്ങത്തുകാരനായ CK സഫീറിന്, ഇത് ഷിക്കാഗോ യൂണിവേഴ്സിറ്റിയിലാണ്. CK സഫീറിന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ 20 കോടിയാണ് ഫെലോഷിപ്പ്. എത്ര? 20 കോടിയാണ് ഫെലോഷിപ്പ്. കഴിഞ്ഞ വർഷം SVS പ്ലാറ്റിനം ഇയർ തൃശ്ശൂർ നടന്നു. സമ്മേളനം കഴിഞ്ഞതിന് ശേഷം എഡ്യൂവിഷൻ എക്സിബിഷൻ്റെ SVS നേതാക്കന്മാർ വന്നിട്ട് തോന്നുന്നു AP സ്ഥാനായിട്ട് വരാൻ കേട്ടില്ല, സുലൈമാൻ ഉസ്താദിന് വരാൻ കേട്ടില്ല, നിങ്ങൾ എന്തായാലും ഒന്ന് വരണം നിർബന്ധിച്ചു. ക്ഷീണിച്ചാവശ്യം വേണ്ട, പ്രവർത്തകരുടെ അല്ലേ പോയതാണ്. ചെന്ന് നോക്കുമ്പോൾ എന്നോട് 90 ഫെലോഷിപ്പ് ക്ലാസ് എടുക്കുന്ന ഒരു അത്ഭുത പ്രതിഭ ഉണ്ട് ഇവിടെ. ഞാനും കരുതുന്നു കണ്ടാളോ എന്ന് കരുതി പോയി. അപ്പോൾ എൻ്റെ അടുത്ത് ഓടി വരുന്നുണ്ട്, ഉസ്താദ് ഞാൻ മഴതില്ലേ ഓഫ് ക്യാമ്പസിൽ താമരക്കൊയി പഠിക്കണേ കുട്ടിയാണ്, ഞാൻ അടുത്തല്ല പിറ്റത്തോല്ലോ ഒടുക്ക് വരാൻ നിൽക്കുകയാണ്, മഴതിലേക്ക് നിൽക്കണ ഈ കൊല്ലം മഴതിലേക്ക് വരുന്നുണ്ടാവും. അപ്പം ഞാൻ ഈ പറയുന്നത് നിങ്ങളൊന്ന് ബോധവന്മാരാകണം. മദ്രസ അടഞ്ഞു കിടക്കുന്ന സ്വഭാവം പാടില്ല. മദ്രസ 1ാം ക്ലാസ് 5ാം ക്ലാസ് കൊണ്ട് മതിയാക്കാൻ പാടില്ല. മദ്രസ പണം നാമമാത്രമാകാൻ പാടില്ല. ഇതൊന്നും മുമ്പ് പറഞ്ഞിരുന്നെങ്കിൽ സ്വപ്നങ്ങൾ പറയുക എന്ന് പറഞ്ഞിട്ട് പലർക്കും കളിയാക്കാമായിരുന്നു. ഇതുപോലുള്ള ആയിരക്കണക്കിന് അനുഭവങ്ങൾ നിങ്ങളുടെ മുമ്പിൽ നിരത്തി വെച്ചുകൊണ്ട് നമ്മുടെ മദ്രസ ബിൽഡിംഗ് പടുത്തുയർത്താൻ ചെലവഴിച്ച കാശ് എത്രയാണ്, സമയങ്ങൾ എത്രയാണ്? എന്നിട്ട് 2 മണിക്കൂർ പ്രവർത്തിക്കാനാണോ മദ്രസ? തൃശ്ശൂർ ജില്ലയിൽ നീ അത് പ്രസംഗിച്ചു. ഇപ്പോൾ സ്റ്റേജ് 10 ഞാൻ പറഞ്ഞു, കേരളത്തിൽ മദ്രസ എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറിൽ 2 മണിക്കൂറാണ്. അപ്പോൾ ഇല്ല, ഇവിടെ 1 മണിക്കൂറേ ഉള്ളൂ. അഭിമാനത്തോടെ പറയാം, ഇവിടെ 1 മണിക്കൂറേ ഉള്ളൂ. നിങ്ങൾ ലക്ഷങ്ങൾ കോടികൾ ചെലവഴിച്ച ഫാക്ടറി 1 മണിക്കൂർ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് എത്ര നട്ടാണത്? അത് 24 അവറും പ്രവർത്തനനിരതമാകണം. എന്നാൽ മദ്രസയും 24 അവറും പ്രവർത്തിക്കാനുള്ള പല വ്യത്യസ്തങ്ങളായ പദ്ധതികൾ നടപ്പിൽ വരുത്തണം. അവിടെ ഫോറിൻ ലാംഗ്വേജുകൾ പഠിപ്പിക്കണം, തൊഴിൽ പഠിപ്പിക്കണം, PSC കോച്ചിങ് നൽകണം, അവിടെ പ്രീ മാനേജ്മെൻറ്റ് കോഴ്സ് നൽകണം. അങ്ങനെ വ്യത്യസ്തങ്ങളായ കോഴ്സുകൾ പലതായി നൽകി അതിന് ശമ്പളം നന്നായി കൊടുക്കണം. ഈ 2000, 5000, 3000 ശമ്പളം കൊടുത്താൽ അതിനനുസരിച്ചുള്ള കുട്ടികളെ ഉണ്ടാവുകയുള്ളൂ. ശമ്പളം നന്നായി കൊടുക്കുക. നന്നായി കൊടുത്താൽ നല്ലോണം ഇങ്ങോട്ട് കിട്ടും ചെയ്യും. നല്ല നല്ല പ്രതിഭകൾ. കുറേ മുമ്പ് ഞാൻ മലപ്പുറത്ത് വന്നപ്പോൾ എല്ലാ സ്ഥലത്തും അവിടെ ഒരു സ്ഥാപനത്തിൻ്റെ പരസ്യം ഉണ്ടായിരുന്നു. അതിൻ്റെ മേധാവിൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രത്യേകത. മരിച്ചുപോയി, അല്ലാഹു മഗ്ഫിറഹു, വലിയ കാര്യപ്പെട്ട ആളാണ്, പേര് ഞാൻ പറയുന്നില്ല. പിന്നെ പൈസ എന്നൊരു പ്രശ്നമല്ല, വെറുതെ പറയാം പൈസ പ്രശ്നമുണ്ടെന്നുള്ളത്. നല്ല നിലക്ക് നടത്തലാണ് പ്രയാസം. പള്ളി മദ്രസ സ്ഥാപനങ്ങൾ നല്ല നിലയിൽ നടത്തിയാൽ പൈസക്ക് നിങ്ങൾ ഒട്ടും പ്രയാസപ്പെടേണ്ടി വരില്ല. നിങ്ങളറിയാത്ത ഭാഗത്ത് പൈസ വരും. ഇപ്പോൾ മഅദിൽ സ്വലാത്ത് നഗറിൽ പലരും ഉമ്മ മരിച്ച സ്വർണ്ണാഭരണമൊക്കെ കൊണ്ടു തരാറുണ്ട്, ഇപ്പോഴും കൊണ്ടു തരാറുണ്ട്. പക്ഷെ ഒരു അവസാന വാക്കൊരു ഇത് നിങ്ങൾ പരസ്യം പറയരുത് കേട്ടോ. എന്താ കാരണം? ഇഖ്ലാസ് കൊണ്ട് അല്ല. ഞങ്ങളെ നാട്ടിൽ പള്ളിപ്പടി നടക്കുന്നുണ്ട്, നിങ്ങൾ അവിടെ നിന്ന് എങ്ങാനും പറഞ്ഞാൽ പിന്നെ നാട്ടിൽ പള്ളിക്ക് തരാതെ ഇവിടെ എന്തേ കൊണ്ടുപോയി തന്നെന്നുള്ളത് പ്രശ്നം തരും. അപ്പം എൻ്റെ അമ്മക്ക് വല്ലതും എൻ്റെ വല്യമ്മക്ക് വല്ലതും സംഭവിച്ചാൽ
ഞാൻ കടലുണ്ടി മഹലിൻ്റെ പ്രസിഡൻ്റായിട്ടും കടലുണ്ടി കാലിയായിട്ടൊന്നും കാര്യമില്ല. ഞാൻ കൊടുക്കുമ്പോൾ ആലോചിക്കുന്നത് എവിടെ കൊടുക്കേണ്ടതെന്ന്. കടലുണ്ടി പള്ളി കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഞാൻ കടലുണ്ടി മഹലിൻ്റെ കാലിയാവും, പ്രസിഡൻ്റാവും, സർവാധിപതി എല്ലാവും. പക്ഷേ അവിടെ ദറസ് നല്ല രൂപത്തിലല്ല നടക്കുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും കള്ളുണ്ടി കൊടുക്കൂല. എന്നാൽ നീ വേറൊരിടത്ത് കൊടുത്താലോ എന്നെ കള്ളുണ്ടിക്കാർ പുറത്താക്കോ എന്നുള്ള പേടി. അപ്പോൾ ആരും അറിയാതെ കൊണ്ടേത്തരും. അപ്പം ഞാൻ എൻ്റെ സംസാരം ചുരുക്കുന്നു. ഇവിടെ പറയാനുള്ളത് 1-ാം ക്ലാസ് കൊണ്ട് മദ്രസ നിർത്താതെ, 5-ാം ക്ലാസ് കൊണ്ട് നിർത്താതെ, 10-ാം ക്ലാസ് 12-ാം ക്ലാസ് കൊണ്ട് മദ്രസ നിർത്താതെ ഈ പറഞ്ഞ മുത്താലിമീങ്ങളൊക്കെ എന്താണെങ്കിലും മനസ്സിലാക്കണം. എൻ്റെ കയ്യിൽ മുത്തവല്ല് 600-700 കുട്ടികളാ ഒരു ക്ലാസ്സിൽ. ഇവിടെ 20 കുട്ടികളെ നോക്കാം. എത്ര കുട്ടികളാണ് മുത്തവല്ല്? 600-700 കുട്ടികളാണ്. അതൊക്കെ ഏത് കുട്ടികളാണ്? സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ PG കഴിഞ്ഞവരാണ്, JRF കിട്ടിയവരാണ്, അവർ PhD ചെയ്തുകൊണ്ടിരിക്കുന്നവരാ. ഇന്ന് വരെ ഒരു പ്രശ്നമില്ല, വരച്ച വരയിൽ നിർത്തുമല്ലോ. ഒരൊറ്റ ക്ലാസ് ഒഴിവാക്കാൻ പാടില്ല. ഏത് കുട്ടികളെ, ഇത്തരമുള്ള കുട്ടികളെ ഇന്ന് വരെ, ഈ സെക്കൻഡ് വരെ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ കാത്ത് രക്ഷിക്കണേ അല്ലാഹ്. ഇന്ന് വരെ അവിടെ ഒരു മാർച്ച് ഉണ്ടായിട്ടില്ല, പിക്കറ്റിംഗ് ഉണ്ടായിട്ടില്ല, ഗരോ ഉണ്ടായിട്ടില്ല. ഒരു എല്ലാം SLC അല്ല, +1 അല്ല, ഡിഗ്രി അല്ല, PGയും JRFും. ഇക്കുറി 18-20 കുട്ടികൾ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG ഒക്കെ കഴിഞ്ഞ് വന്നവരാ. സെൻട്രൽ യൂണിവേഴ്സിറ്റി ചെറുതാ, അവിടെ ഡിഗ്രി കഴിയാത്ത ഒറ്റ കുട്ടികൾ എടുക്കൂല. എന്നിരുന്നാലും അഥവാ ദീനീ വിദ്യാഭ്യാസത്തിൻ്റെ പവറ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെയും കുട്ടികളെ നന്നായി പഠിപ്പിക്കുക എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് ആയക്കുഴമ്പ് സംവിധാനം പാടില്ല. നമ്മളും നടത്തിയ ഒരു മദ്രസ എന്നുള്ളതായിട്ട് ഒഴിവാക്കുക. നടത്തുമ്പോൾ ഏതാണെങ്കിലും അത് അതിൻ്റേതായ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് കുട്ടികളെ പഠിപ്പിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിന് മാതൃകയാക്കാൻ നിങ്ങൾ പ്രത്യേകിച്ച് തിരുരങ്ങാടിയൊക്കെ ഉദ്ദേശിച്ചാൽ പിന്നെ ഒരാളും കള്ളുടിനും ആകൂല, ഒരാളും റൗഡിയാകൂല, ഒരാളും ഒരു തെമ്മാടത്തരും ഉണ്ടാകൂല. ഉസ്താദുമാർ നന്നാക്കി മായതില്ലേ, ക്യാമറ മുഴുവൻ സ്ഥലത്തും ക്യാമറയാണ്. ERP ഷിഫ്റ്റാണ്. ERP ഷിഫ്റ്റ് നടക്കാൻ മിൻഹാജിനൊക്കെ ചോദിച്ചു നോക്കിയാൽ മതി. ഒരു ക്ലാസ് മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അപ്പം അത് കുട്ടിയുടെ രക്ഷ്യാവിനറിയാൻ കഴിയും. ഇന്ന് കുട്ടി അവിടെ വന്നിട്ടുണ്ടോ? സക്കാഫി അറിഞ്ഞണോ? അത് വന്നുകണോ? കുട്ടി ക്ലാസ്സിൽ വന്നുകൂടോ ഇല്ലെന്ന പോൾ എന്താകും അവിടെ അറിയാൻ കഴിയും. കുട്ടികൾ വലിയ വലിയ വിളവന്മാരുണ്ടാകുമല്ലോ, അതിനേക്കാളും വലിയ വിളവ് ആരും ചെയ്യും. ഇതെല്ലാം ആധികാരിക റെക്കോർഡോടുകൂടെ തന്നെ. അപ്പോൾ ഞാനതാ പറഞ്ഞത്, കുറച്ചേനൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫാമിലി ആപ്പ് ഉണ്ടാക്കാനും, ERP ഉണ്ടാക്കാനും, ക്യാമറ ഫിറ്റ് ചെയ്യാനും എല്ലാ. ഇപ്പോൾ വരുന്ന 4 മണിക്കൂർ വരെ പിന്നാലെ കൂടാൻ കഴിയും ഒരാൾക്കെങ്കിലും. എന്നാലോ കുട്ടികളൊക്കെ പോകുമ്പോൾ കരയുന്നതും ഓൽക്കൊക്കെ ചോദിക്കും, ഞങ്ങളൊക്കെ എത്ര വലുപ്പം വെച്ചിട്ട് ഞങ്ങൾ എങ്ങനെയൊക്കെ നിയന്ത്രിക്കേണ്ടതെന്ന് ഉള്ളിൽ നിങ്ങൾ കശകശൊക്കെ പറഞ്ഞു. പക്ഷെ അവർക്കൊക്കെ ലാസ്റ്റ് തിരും, ഇതൊക്കെ ഞങ്ങളുടെ വിജയത്തിൻ്റെ വേണ്ടിയാണ്, ഞങ്ങളുടെ ഉന്നമനത്തിൻ്റെ വേണ്ടിയാണ്. അപ്പോൾ മനുഷ്യരാക്കുന്ന മദ്രസയാണ്, കുടുംബസ്നേഹം ഉണ്ടാക്കുന്ന മദ്രസയാണ്, രാജ്യസ്നേഹം ഉണ്ടാക്കുന്ന മദ്രസയാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാ അർത്ഥത്തിലും മദ്രസ നീ ഫലപ്രദമാക്കണേ അല്ലാഹ്. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് ഞാൻ കുറേ കാലമായി പറയണേ, കടലുണ്ടിയിൽ ഞാൻ ഇങ്ങനെ ഒരു മാതൃകാ മദ്രസ അവിടെ അതിനായിട്ട് ഇജാസത്തിന് 50,000 രൂപ ശമ്പളം കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. മദ്രസ മുഅല്ലിമിന് ഒക്കെ ഡ്യൂട്ടിയും കൊടുക്കുക. അതിനനുസരിച്ച് വെറുതെ ഒരു ക്ലാസ് എടുക്കലല്ല, 2 ക്ലാസ് എടുക്കലല്ല, ആവശ്യങ്ങളൊക്കെ നല്ല രൂപത്തിൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടെ നമ്മുടെ മദ്രസാ രംഗത്ത് സമൂല മാറ്റം വരുത്തേണ്ടതുണ്ട്. സുന്നി വിദ്യാഭ്യാസം, നമ്മുടെ വിദ്യാഭ്യാസം തുടങ്ങിയിട്ട് എത്ര കാലമായി ഉണ്ടാകും? 10-75 കൊല്ലം. 1950 എൻ്റെ ഓർമ്മ. എന്നാൽ ഇതുവരെ ഫുൾ മാർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. ക്യൂലാൻഡിലെ ഈ കൊല്ലവും കഴിഞ്ഞ കൊല്ലവും മുഴുവൻ കുട്ടികൾക്കും ഫുൾ A+ അല്ല, മറിച്ച് 300-ൽ 300 മാർക്ക് എല്ലാ കുട്ടികൾക്കും. എന്നിട്ട് ആരോനോട് തമാശ വെച്ച്, ഇതെന്താ ചോദ്യപേപ്പറേറ്റ ചോർന്നു പോയോ, ഇതെന്താ കോപ്പി അടിക്കാനായിട്ട് നടത്തിയോ? ഓരോരുത്തർ മാറ്റങ്ങൾ അവിടെ കണ്ടേ പറ്റൂ. കുട്ടികളുടെ ജീവിതത്തിൽ കുട്ടികളെ നിലക്ക് നിർത്തിയേ പറ്റൂ. കുട്ടികളെ മതഭൗതിക സാങ്കേതിക രംഗത്ത് ഉമ്മയും ബാപ്പി അതിനിക്ഷയിക്കരുത്, അധ്യാപകർ അരുതിക്ഷയിക്കരുത്. 10-ാം ക്ലാസ്സിൽ 2 കൂടി താങ്ങൂല,
രണ്ടും കൂടി കയ്യൂല എന്നൊക്കെ പറയുന്നത് ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂൽ വലഖദ് കാലകും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദക്കറല്ലാഹ ദിക്റൻ കസീറാ. എന്താ ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കേട്ടില്ല, ഈ കൊല്ലം എത്ര വട്ടം മാറ്റി എന്ന് പറഞ്ഞ് നിങ്ങൾ വായിച്ചോ? 2 ആഴ്ച മുമ്പ് പറഞ്ഞത്. ഇപ്പം ബെഞ്ച് സിസ്റ്റം ഒഴിവാക്കുകയാണ്. നമ്മളെ മദ്രസയിലും സ്കൂളിലൊക്കെ ഉള്ളത് ഏതല്ലേ? ബെഞ്ചല്ലേ. ബെഞ്ചിലെന്താ? മനഃശാസ്ത്ര വിദഗ്ധർ പറഞ്ഞു ആദ്യത്തെ ബെഞ്ചിൽ കുട്ടികൾ ഡോക്ടർമാരും അഡ്വക്കറ്റുമാരും എഞ്ചിനീയർമാരൊക്കെ ആവും. രണ്ടാമത്തെ ബെഞ്ചിൽ കുട്ടികൾ ക്ലർക്കും പിയൂണൊക്കെ ആയി മാറും. ലാസ്റ്റ് ബെഞ്ചിലെ കുട്ടികളോ ഗുണ്ടകളും ക്രിമിനലുകളായി മാറും. ഇപ്പോഴാണ് വിദ്യാഭ്യാസ മന്ത്രിക്ക് തിരിഞ്ഞ് ഫ്രാൻസിൽ മാറ്റം വരുത്തി, കാനഡയിൽ മാറ്റം വരുത്തി, യു ടൈപ്പ് ആക്കുക എന്ന്. പക്ഷെ നോക്കിയപ്പോൾ ആക്കാൻ കഴിയുമോ? 1400 വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ബെഞ്ച് സിസ്റ്റമില്ലല്ലോ. ഹൽഖത്തുൽ ഇൽമ്. എന്താ ഹൽഖത്തുൽ? റൗണ്ട് സിസ്റ്റം. അല്ലാഹു റസൂലിന്റെ സിസ്റ്റം എന്താ? ഹൽഖത്തുൽ ഇൽമ്, റൗണ്ട് ആക്കല. അല്ലാഹു റസൂലിന്റെ സിസ്റ്റം യു ഷേപ്പ് അല്ല. എന്തിനാണ് ഈ ഹൽഖത്തുൽ ഇൽമ് ആക്കണത്? നമ്മളൊക്കെ തഫ്സീർ വായിച്ചു നോക്കട്ടെ, ഹദീസ് വായിച്ചു നോക്കട്ടെ, മഹത്തുക്കൾ എന്ത് പറഞ്ഞു നോക്കട്ടെ. മുഖ്തസറുൽ മാനി കാണാം, ഒരു ഉമ്മക്ക് 10 മക്കളാ. ഉമ്മനോട് ചോദിച്ചു നിങ്ങളെ നമ്പർ 1 ഏതാ, രണ്ടാമൻ ഏതാ, മൂന്നാമൻ? ഉമ്മ പറഞ്ഞു ഖൽ ഹൽഖത്തിൽ മസ്ഊഖിലഹ. അവർ റിങ് പോലെയാന്നാ പറഞ്ഞത്. റിങ് ആവുമ്പോൾ ഒന്നാമനുണ്ടാവില്ല, രണ്ടാമനുണ്ടാവില്ല, എല്ലാം. അപ്പൊ നീതിബോധം, സാമൂഹിക നീതി കുട്ടികൾക്ക് കൊടുക്കണം. ഇപ്പോഴാ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിക്ക് തിരിഞ്ഞത്, ലോകത്തിൽ ഫ്രാൻസിൽ തിരിഞ്ഞത്, ലോകത്തെ കാനഡയ്ക്ക് തിരിഞ്ഞത്. ഈ ബെഞ്ച് സിസ്റ്റം ശരിയല്ല. ഇവിടെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞെങ്കിലും സ്കൂളിൽ അത് അത്ര പെട്ടെന്ന് നടപ്പ് വരുത്താൻ ക്ലാസ് സംവിധാനം പോരാ. ഈ കൊല്ലം വിദ്യാഭ്യാസ മന്ത്രി ജൂൺ 1 പ്രസ്താവന ഇറക്കി. ജൂൺ 1 ടെക്സ്റ്റ് ബുക്ക് തുറക്കാൻ പാടില്ല, മറിക്കാൻ പാടില്ല. 15 ശേഷം ടെക്സ്റ്റ് ബുക്ക് മറിക്കാൻ പാടില്ല. നിങ്ങൾ വായിച്ചില്ലയോ? എന്താ? നല്ല പാഠം പഠിപ്പിക്കണം, ഫോൺ എങ്ങനെ ഉപയോഗിക്കണം, ഉമ്മയോടെന്ത് പറയണം, ബാപ്പയോടെന്ത് പറയണം, ജീവൻ്റെ വില എന്താണ്, ട്രാഫിക് നിയമങ്ങൾ എന്താ പഠിപ്പിക്കണം എന്ന്. ഒരു കൊല്ലത്തേക്ക് തിന്നാനുള്ളതൊക്കെ ഈ 15 സെന്റ് തിന്നാൻ കൊടുത്താൽ മതിയാവൂലേ? ഒരു ദിവസത്തേക്ക് തിന്നാനുള്ള രാവിലെ കൊണ്ട് കൊടുത്താൽ മതിയാവുമോ? മതിയാവൂല. ഇവിടെയാണ് അല്ലാഹുവിൻ്റെ റസൂലുള്ളാഹിയുടെ ശിഷ്ടങ്ങൾ. ഇനി ദറസുകളെ കുറിച്ച് പറയുമ്പോൾ 1983 മലപ്പുറത്ത് സുന്നി സമ്മേളനം നടത്തുന്നു, സമസ്ത സമ്മേളനം. 4 ദിവസം ഞാനിന്ന് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്, മുതഅല്ലിമാണ്. ആ സമ്മേളനത്തിലുണ്ട്. അന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ വാക്ക് ഞാൻ ആലോചിക്കുകയാണ്. വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ ഇന്ത്യക്കകത്തും പുറത്തും ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും ഹാർഡ്വേർഡും എല്ലാ സിസ്റ്റങ്ങളും ഞാൻ പരിശോധിച്ചിട്ടുണ്ട്. പക്ഷേ ദറസോളം സുശക്തവും കാര്യക്ഷമവുമായ മറ്റു വിദ്യാഭ്യാസ സിസ്റ്റം എവിടെയും കണ്ടിട്ടില്ല. പള്ളിയിലിരുന്ന് ഉസ്താദിൻ്റെ ചുറ്റും 8 or 10 കുട്ടികൾ വട്ടമിട്ടിരിക്കുന്നു. ഉസ്താദ് കല്ലിൽ കൊത്തിവെക്കുന്ന പോലെ ഒന്നൊന്നായി കുട്ടിയുടെ ഹൃദയത്തിൽ കൊത്തിവെക്കുന്നു. ഉസ്താദ് കുട്ടികളുടെ ഓരോ മൈനസുകളും വീക്ക്നെസ്സുകളും നോക്കി മനസ്സിലാക്കുന്നു, അതപ്പോൾ തിരുത്തി കൊടുക്കുന്നു. കുട്ടികളാവട്ടെ ഉസ്താദിൻ്റെ പ്ലസ്സുകളും കുട്ടികൾ പോസിറ്റീവുകളും കണ്ടെത്തുന്നു, അത് അനുധാവനം ചെയ്യുന്നു. ഈ ശിഷ്ടമല്ലേ ദറസിലുള്ളത്? ഇതല്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങി വെച്ചത്? ഈ ശിഷ്ടം ഇന്ന് ഓക്സ്ഫോർഡിലുണ്ടോ, കേംബ്രിഡ്ജിലുണ്ടോ? ഓക്സ്ഫോർഡിൽ ഇപ്പോൾ ഒരു പുതിയ ചാപ്റ്റർ തുടങ്ങി, നിങ്ങൾ കഴിഞ്ഞ മാസം വായിച്ചോ? സൗഹൃദം, ബാബുൽ മഹബ്ബ. ഹദീസ് കിതാബ് ബുഖാരി മറിച്ചാലും മുസ്ലിം മറിച്ചാലും എല്ലാ കിതാബിലും ബാബുൽ മഹബ്ബ. ഇപ്പോൾ ഹാർഡ്വേർഡിൽ തുടങ്ങി ബാബുൽ മഹബ്ബ, സൗഹൃദം എന്നൊരു ചാപ്റ്റർ തുടങ്ങി. എല്ലാ വിഷയങ്ങളും ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ റസൂൽ എന്താണോ തുടങ്ങി വെച്ചത്, അല്ലാഹുവിൻ്റെ റസൂൽ എന്താണോ പഠിപ്പിച്ചത്, അല്ലാഹുവിൻ്റെ റസൂൽ വേണ്ടെന്ന് പറഞ്ഞത്, ലോകത്തിൽ ആർക്കെങ്കിലും ഗണം കാണിക്കാൻ പറ്റുമോ? വേണമെന്ന് പറൽ തിരുമ കാണിക്കാൻ പറ്റുമോ? ആ മുത്തുനബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക, ആ മുത്തുനബി വാരി പുണരുക, ആ മുത്തുനബി മനസ്സുകൊണ്ട് സ്നേഹിക്കുക. എങ്കിൽ നമുക്കും ഇൻഷാ അല്ലാഹ് വളരാം, ഉയരാം. തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇലാ ഹദ്റത്തി നബി അല്ലേ ഇൻഷാ അല്ലാഹ്.
അപ്പോൾ ദറസി മേഖല മുത്തുനബിയുടെ ശിഷ്ടങ്ങൾ നമ്മളിങ്ങനെ പഠിച്ചാൽ അതിൽ ഓരോന്നിനും എവിടുന്ന് പഠിക്കാൻ തുടങ്ങണം? നമ്മളങ്ങനെ 4-ാം ക്ലാസ്സിൽ മുത്തുനബി എവിടുന്ന് പഠിക്കാൻ തുടങ്ങി? പ്രസവിച്ച ഉടനെ പഠിക്കാൻ തുടങ്ങി. മുത്തുനബി അനഫ്സഹുൽ അറബി ഇന്ന് സിയോണിസ്റ്റുകളും ഓറിയന്റലിസ്റ്റുകളും എങ്ങനെല്ലാം ഇസ്ലാമിനെ കരിവാരിത്തേക്കാൻ പറ്റുന്നതെല്ലാം ചെയ്തു. പക്ഷേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാഷയിൽ ഒരു തെറ്റ് ഒരാൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. എന്തേ? കാരണം അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു അറബി. ലോകത്ത് അറബികൾ ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും സാഹിത്യമുള്ള സംസാരം ആരുടേതാണ്? മുത്തനബിൻ്റെതാണ്. കാരണം ഞാൻ അറബി പഠിച്ച എവിടുന്നാണ്? ബനൂ സഅദ് ഗോത്രത്തിൽ നിന്നാണ്. കുഞ്ഞുണ്ണി മാഷ് പാടി ജനിക്കും നിമിഷം തൊട്ടമകൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിനായി ഭാര്യ തൻ പേരങ്ങ് ഇംഗ്ലണ്ടിലാക്കി. കണ്ടോ ഇപ്പോഴാ തിരിയണത്? ഇങ്ങനെ മുത്തുനബിൻ്റെ 9 കാര്യങ്ങൾ ബനൂ സഅദിൽ നിന്ന് മുല കുടിക്കുന്നതിലൊക്കെ പണ്ഡിതന്മാർ പറയണത്. അപ്പോൾ അവിടെ നിന്നൊക്കെ പഠിക്കാൻ തുടങ്ങി മുത്തുനബിൻ്റെ ശൈലിയിലേക്ക്. ആ ലോകം എത്ര വളർന്നാലും അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോളം വളരാൻ, അവിടുത്തെ ശിഷ്ടത്തോടെ വെല്ലുവിളിക്കാൻ, അവിടുത്തെ ശിഷ്ടത്തെ മറികടക്കാൻ, എന്തെല്ലാം മറികടന്നതെല്ലാം തിരിച്ചു വരികയാണ്. അള്ളാഹ് നമുക്ക് ആ മുത്തുനബിയെ മഹബത്ത് വെക്കാൻ നീ തൗഫീക്ക് നൽകണേ അള്ളാഹ്.